ഹേ ടീം മെമ്പേഴ്സ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു സ്ട്രോങ് പേഴ്സൺ ആയി മാറുന്നത്. നമ്മളിൽ ഒരുപാട് വ്യക്തികൾ പറയാറുണ്ട്, ഞാനൊക്കെ സ്ട്രോങ് പേഴ്സണായി മാറണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എങ്ങനെയും എൻ്റെ ലൈഫിലേക്ക് അത് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ലൈഫിലേക്ക് നടക്കാത്തതിൻ്റെ റീസൺ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു കാര്യം അത്രേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. നമ്മൾ ഉദാഹരണം പറയുക, ഞാനൊന്നും സ്ട്രോങ് ആയി നിൽക്കൂല. നിങ്ങളത് കൊടുക്കുന്നത് എന്താണ്? ഞാൻ ഒരു സ്ട്രോങ് ആയി നിൽക്കൂല. അപ്പം നമ്മളത് അതിൽ നിന്ന് കൊടുക്കുന്നതും ആ ഒരു പോയിൻറ്റ്സ് തന്നെയാണല്ലേ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മൈൻഡിൽ കൊടുക്കാനേ പാടില്ല. നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ആ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് അതുപോലെ വർക്കൗട്ട് ആവും. മൂന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുഭാഗങ്ങൾ നോക്കാതിരിക്കുക. നമ്മളിൽ ഒരുപാട് വ്യക്തികളുണ്ടല്ലേ, ചുറ്റുഭാഗങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ. നമ്മൾ എന്തിനാണ് ചുറ്റുഭാഗങ്ങൾ നോക്കുന്നത്? നമ്മൾക്കൊരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കൊരു നല്ലൊരു പേഴ്സണായി മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രോങ് ആയി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുഭാഗങ്ങൾ ഒരിക്കലും നമ്മൾ നോക്കരുത്. നമ്മളെ ഉള്ളിലേക്ക്, നമ്മളെ കഴിവിലേക്ക് നമ്മളത് നോക്കിയാലേ ബാക്കിയുള്ള ടീം മെമ്പേഴ്സും നമ്മളെ രീതിയിലേക്കായിട്ട് മാറ്റങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചുറ്റുഭാഗങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചിട്ട് നമ്മളെ കാഴ്ചപ്പാടിലേക്ക്, നമ്മളെ ഉള്ളിലേക്ക്, നമ്മളൊരു ഇന്നർ ചൈൽഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ നമ്മളൊരു സ്ട്രോങ് പേഴ്സണായി മാറാൻ പറ്റും. ഒരു സ്ട്രോങ് പേഴ്സണാണ് എന്ന് എല്ലാത്തിലേക്കും മുന്നിട്ടിട്ട് ഇറങ്ങുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇറ്റ്സ് മീ ഗേറ്റ് ആവി ടോക്ക്. താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.